ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 ശമൂവേൽ 23-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം അവനെ പിന്തുടരുന്നു. ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓരോ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ക്രൂശിൻ്റെ വഴികളിലൂടെ ദാവീദ് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ അദ്ദേഹം കെയില എന്ന പട്ടണം ഫെലിസ്ത്യർ ആക്രമിക്കുന്നുവെന്ന വാർത്ത കേട്ടു. അദ്ദേഹം ഉടനെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു, ഞാൻ പോയി ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യട്ടെ. ദൈവം പറയുന്നു, നീ പോവുക, ഫെലിസ്ത്യരെ ഞാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കും. അങ്ങനെ ദാവീദ് പോകാനൊരുങ്ങുമ്പോൾ കൂടെയുള്ള അവൻ്റെ ഭൃത്യന്മാർ ചോദിക്കുന്നു, നമ്മൾ ഈ യൂദായിൽ തന്നെ നമ്മൾ ഭയപ്പെട്ടാണ് ഇവിടെ ജീവിക്കുക, ഒരു സ്ഥലത്ത് മാറി മാറി ഒളിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ഒളിച്ച് താമസിക്കുന്ന നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ചെന്ന് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ദാവീദ് വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ദൈവം പറയുന്നു, നീ പോവുക, ഫെലിസ്ത്യരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ മനോഭാവം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. തൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ആളുകൾ പാർക്കുന്നതായ ഒരു പട്ടണത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ഇവിടെ തയ്യാറാവുകയാണ്. എൻ്റെ ജീവൻ പോയാലും സമൂഹം രക്ഷപ്പെടട്ടെ, ഇസ്രായേൽ സമൂഹം രക്ഷപ്പെടട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം ദൈവമുള്ളൊരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ജീവനാണ് നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത്. ദാവീദ് തൻ്റെ ജീവനേക്കാൾ ഉപരി മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നത് കാണാൻ പറ്റും. ഈ സ്നേഹമാണ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് കാട്ടിത്തന്നത്. ഇതാണ് പിതാവായ ദൈവം നമ്മോട് കാട്ടിയ സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവികമായ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു വേണം കർത്താവിനെ നമ്മൾ സ്നേഹിക്കുവാൻ. ദാവീദ് പ്രകാരം അവിടെ ചെല്ലുന്നു, അവരോട് യുദ്ധം ചെയ്തതായി നമ്മൾ കാണുന്നു. അപ്പോൾ അതൊന്നൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നിരന്തരമായ പ്രാർത്ഥനയാണ്. ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം മുട്ടുകുത്തി ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ദൈവം പറയുന്ന മാർഗത്തിലൂടെ മാത്രമാണ് അദ്ദേഹം യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദാവീദ് കെയിലയിൽ ചെന്ന് ഫെലിസ്ത്യരെ ഓടിക്കുന്നു. ഇതറിഞ്ഞ ശൗൽ രാജാവ് ദാവീദിനെ അവിടെയും പിന്തുടരുകയാണ്. കാരണം ഈ പട്ടണത്തിൻ്റെ, ഈ കെയില പട്ടണത്തിൻ്റെ പ്രത്യേകത അത് ചുറ്റും മതിലുകളുള്ളതാണ്. പെട്ടെന്ന് അവിടുന്ന് ആർക്കും കൂടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ശൗൽ വിചാരിച്ചു, ഈ പഴയ വാതിലുകളും കതകുകളും ഒക്കെയുള്ള പട്ടണത്തിൽ അവനായിരിക്കുന്നു, ഇനി അവൻ ഓടി രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു വിചാരത്തോടെ അവിടെ ഓടിയെത്തുകയാണ്. എന്നാൽ ഇപ്പോൾ ദാവീദ് ചെയ്ത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. നേരത്തെ ദാവീദിനപ്പവും ഒക്കെ കൊടുത്തതായ അഹീമേലെക്ക് രാജാവിനെയും കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെയും ഒക്കെ ശൗൽ കൊന്ന കാര്യം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട അഹീമേലേക്ക് ആ പുരോഹിതൻ്റെ മകൻ അബീനാദ്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഏഫോദ് ഉണ്ടായിരുന്നു. ഏഫോദ് എന്ന് പറഞ്ഞ ഇസ്രായേൽ അവരെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന, അവിടെ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ആ സമാഗമന കൂടാരത്തിൽ ആരാധനയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന പുരോഹിതൻ ധരിക്കുന്ന ഒരു ഇതാണല്ലോ. ഇവനും ആ അഭിനാഥ പുരോഹിതനിൽ നിന്ന് ഏഫോദ് വാങ്ങിക്കൊണ്ടുവന്ന് ദാവീദ് അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി യാഗമർപ്പിച്ചതിന് തുല്യമാണത്. അവൻ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ശൗൽ രാജാവ് തന്നെ പിന്തുടരുന്നത് കണ്ടുകൊണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ
ദാവീദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. 14-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സീഫ് ആ മരുഭൂമിയിൽ കുന്നുകളിലെ ഒളിസങ്കേതങ്ങളിൽ അവൻ അവിടെ പോയി പാർക്കുകയാണ്. അങ്ങനെ പാർക്കുന്നതായ സമയത്ത് യോനാഥാൻ, സൗൽ രാജാവിൻ്റെ മകൻ യോനാഥാൻ വീണ്ടും അവിടെ വന്ന് ദാവീദിനെ കണ്ട് അവനോട് പറയുന്നു, ധൈര്യമായിരിക്കുക, ദൈവം നിന്നെ രാജാവാക്കും, ഞാൻ ഈ രാജ്യത്ത് രണ്ടാമനാകും. വാസ്തവത്തിൽ യോനാഥാനാണ് ഇനി സൗലിന് ശേഷം ഒന്നാമനാകേണ്ടവനായ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, നീ ഒന്നാമനും ഞാൻ രണ്ടാമനുമാകും, ദൈവം നിന്നെ രാജാവാകും. ആ യോനാഥാനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. അവന് മനസ്സിലായി, എന്നേക്കാൾ ശ്രേഷ്ഠൻ ഈ ദാവീദ് തന്നെയാണ്. ഒരുവൻ മറ്റൊരുവൻ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക എന്ന് പൗലോസ്ലീഹ പറഞ്ഞ വചനം നമ്മൾ ഓർക്കുക. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ 19-ാം വാക്യം എന്ന് വായിക്കുന്നു, ഈ സിഫ് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകൾ, ഈ മലമുകളിലുള്ള ആളുകൾ ദാവീദ് അവിടെ വന്ന് ഒളിസങ്കേതത്തിൽ പാർക്കുന്നു എന്നറിഞ്ഞ കാര്യം ചെന്ന് ശൗലിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്. അപ്പോൾ സൗൽ രാജാവ് അവരോട് പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കുക, അശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനും ദൈവനാമത്തിൽ ഇവിടെ അനുഗ്രഹിക്കുകയാണ്. കാരണം അവന് ദൈവനാമം ഇവിടെ വൃദ്ധായെടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മുടെ കർത്താവ് ഇത് പറയുന്നുണ്ട്, ആ നാളുകളിൽ ന്യായവിധിയുടേതായ ദിവസത്തിൽ പല ആളുകൾ വന്ന് എന്നോട് പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികളെ ചെയ്തു. അന്ന് ഞാൻ അവരോട് തീർത്തു പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന്. ദൈവനാമത്തിൻ്റെ ആ വലിയ ശക്തി കൊണ്ട് വീര്യപ്രവൃത്തികളൊക്കെ അവിടെ നടക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. അവരെ കൊണ്ടത് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ കഴിവല്ല, ദൈവനാമത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ദൈവം അവരെ അറിഞ്ഞില്ല. കാരണം അവരുടെ മനോഭാവം, അവരുടെ ജീവിത രീതി വളരെ വ്യത്യസ്തമാണ്. ഇന്നും ദൈവനാമത്തിൽ അനേകർക്ക് വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ദൈവം അങ്ങനെ വീര്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് ആരെങ്കിലും സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരെക്കുറിച്ചാണ് ദൈവം പറഞ്ഞത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം അതനുസരിച്ചുള്ള വിശ്വാസമോ പ്രവൃത്തിയൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയും ശൗലിന് ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ. ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണ്. പക്ഷേ തനിക്ക് ദാവീദ് എവിടെയുണ്ടെന്ന് പറഞ്ഞു തന്ന ആ ജനത്തെ ദൈവനാമത്തിൽ അവൻ അനുഗ്രഹിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ശൗല് വീണ്ടും ദാവീദിനെ ആക്രമിക്കാൻ വേണ്ടി, അവനെ കൊല്ലുവാൻ വേണ്ടി ഈ സീഫ് മലമുകളിലേക്ക് ചെല്ലുമ്പോൾ അവരേകദേശം അടുത്തു. ദാവീദും ശൗലും തമ്മിൽ ദാവീദിന് മുമ്പ് പറഞ്ഞ പോലെ മരണവുമായി ഒരടി അകലം മാത്രമേ എനിക്കുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് അവരെ ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായ ഒരു സാഹചര്യം. ആ സമയത്താണ് പെട്ടെന്ന് ഫെലിസ്ത്യർ തങ്ങളുടെ രാജ്യം ആക്രമിക്കുന്നുവെന്ന വാർത്ത ശൗൽ രാജാവിന് ലഭിക്കുകയും അദ്ദേഹം അവരോട് യുദ്ധം ചെയ്യാൻ പോവുകയും ചെയ്തു. ദൈവം തൻ്റെ ദാസന്മാരെ എങ്ങനെ രക്ഷിക്കുന്നുവെന്ന് നമ്മളിവിടെ കാണുക. ക്രൂശിൻ്റെ വഴികളിലുണ്ട് നിരാശയുടെ, ദുഃഖങ്ങളുടെ, കഷ്ടങ്ങളുടെ, രോഗങ്ങളുടെയൊക്കെ പ്രതിസന്ധികളുണ്ട്. പക്ഷെ ദൈവം എങ്ങനെ അത്ഭുതകരമായി വഴി നടത്തുന്നുവെന്ന് ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് 34-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം, ആക്കീസ് രാജാവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവനായ ദാവീദ് പാടിയ 34-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യം, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷെ അവയെല്ലാറ്റിൽ നിന്നും യഹോവ കർത്താവ് അവനെ വിടുവിക്കും. നീതിമാന്മാരുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. അതിൽ പ്രത്യേകത കർത്താവ് അവരെ അവിടെ നിന്ന് വിടുവിക്കുമെന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും വിടുവിക്കപ്പെടുമ്പോൾ ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും നമുക്ക് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. ദാവീദിൻ്റെ ഈ ജീവിതവും ഈ പ്രാർത്ഥനയും നമുക്കൊരു മാതൃകയായി തീരണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അപ്രകാരം ദൈവത്തിൽ പൂർണ്ണ സമർപ്പിതമായൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വേദവായനകളും പ്രാർത്ഥനകളും ആരാധനകളും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.